ഹലോ ഓൾ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് എജുമാർട്ടിലാണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പെന്നിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ പോയത്. ഞാൻ ഏതെടുക്കാമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അവിടെ. പിന്നെ ഓരോ നല്ല സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം അതിനകത്ത് അല്ലെങ്കിൽ തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വാഷി ടേപ്സ് കണ്ടത്. കുറേ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു പെന്നായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ക്യാരക്ടറും കൂടി തരുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സ് ഒന്നും എനിക്കറിയില്ല. നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇനി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണാം. ഫസ്റ്റായിട്ട് ഈ ഒരു റോളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇത്രയും ലെങ്ത്ത് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈ ഒരു ക്ലിയർ ടേപ്പാണ്. അതും അത്യാവശ്യം വലുത് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്, കാരണം അത് കൂടുതൽ വേണ്ടി വരുന്നതുകൊണ്ട് വേഗം തീരും. പിന്നെ ഈ ഒരു പാലറ്റ് വാങ്ങിച്ചു. അത് ഞാൻ കുറേ കാലമായി വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്തായാലും കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞ ഈ 2 ബ്രഷസ്, പിന്നെ ഈ ഒരു മെറ്റൽ സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 30 cmൻ്റെ. പിന്നെ ഹൗസറിൻ്റെ 10 പീസസ് വരുന്ന ഈ ഒരു പെന്നിൻ്റെ സെറ്റാണ്. പിന്നെ ഹൗസറിൻ്റെ തന്നെ ഈ 3 പെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എജുമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇനി വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ ഒരു പൗച്ച് വാങ്ങി. ഇതൊരു ബോക്സ് പോലെയാണ്, എന്നാൽ സിബും ഉണ്ട്. അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. ഇതിനകത്ത് പെൻസിൽ വയ്ക്കാനുള്ള ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പെൻസിൽ അതിനകത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഗ്രീനും പർപ്പിളും കളറിലുള്ള 2 സ്ക്രഞ്ചീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷ് റിമൂവർ ഡാസ്ലറിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടെക്സ്റ്റൊക്കെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോട്ട് പൊതിഞ്ഞിട്ടില്ല. ആദ്യം കെമിസ്ട്രിയുടെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എജുമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഷീറ്റ് വെച്ചിട്ട് നോട്ട്ബുക്കൊക്കെ പൊതിയാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് പീസേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനുള്ള ബുക്ക് ആദ്യം ഇത്രയും ബുക്ക് പൊതിയണം. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് ബുക്ക് കംപ്ലീറ്റ്. ടെക്സ്റ്റും ആദ്യം കെമിസ്ട്രിയാണ് പൊതിഞ്ഞത്, നോട്ടും ആദ്യം കെമിസ്ട്രിയാണ് പൊതിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ബാഗ് ഒന്ന് പാക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ സ്കൂൾ ബാഗ്. ഫസ്റ്റ് ഡേ ബുക്കൊന്നും കൊണ്ടുപോണ്ടി വരില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ബുക്ക് വെച്ച് നോക്കാം. ഞാനിപ്പോൾ 3 ടെക്സ്റ്റ് വെക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ നോട്ടും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പെൻസിൽ പൗച്ച് വെക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഒരു പെന്നും 2 പേനയും പിന്നെ ഒരു സ്കെയിലും കട്ടറും റബ്ബറൊക്കെ തന്നെ വെക്കുന്നുള്ളത്. അപ്പോൾ മെയിൻ പോക്കറ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോക്കറ്റിൽ നമ്മൾ ലഞ്ചായിരിക്കും വയ്ക്കുന്നത്. അതിൻ്റെ അടുത്ത പോക്കറ്റിൽ ഒരു അംബ്രല്ല വെക്കുന്നുണ്ട്. മഴക്കാലമാണല്ലോ, അപ്പോൾ നമ്മൾ എന്തായാലും അംബ്രല്ല വെക്കണം. ഇനിയൊരു മിനി പൗച്ച് വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് എമർജൻസി സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അതിൽ സേഫ്റ്റി പിൻ വെക്കുന്നുണ്ട്. പിന്നെ പേപ്പർ സോപ്പ് വെക്കുന്നുണ്ട്. അത് ഞാൻ DIY ആയിട്ട് ചെയ്തതാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു സ്ക്രഞ്ചീസും വെക്കുന്നുണ്ട്. നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ മിനി പൗച്ചിൽ ഇത്രയേ ഉള്ളൂ. അത് നമ്മുടെ ഫ്രണ്ടത്തെ പോക്കറ്റിലാണ് വെക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു പോക്കറ്റിൽ ഒരു സംഭവം കൂടി വെക്കാനുണ്ട്. അതാണ് സ്റ്റീൽ സ്കെയിൽ. അതത്ര ആവശ്യമൊന്നും ഉണ്ടാവില്ല, ബട്ട് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഞാനിപ്പോൾ എടുക്കുന്നില്ല, അത് ഇത്ര ആവശ്യം വരില്ല. പിന്നെ ഒരു റഫ് ബുക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. രണ്ട് മാസം ബാഗ് ഇടാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇട്ടപ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നിട്ടോ. പിന്നെ ഞാൻ ഡെസ്കിനൊക്കെ ഒന്ന് മേക്ക് ഓവർ കൊടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല, കാരണം ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ക്ലീൻ ചെയ്തു, പിന്നെ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു. ഇതാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.